ബംഗാളിൽ അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ സ്വകാര്യ ആശുപത്രി സിഇഒയെ ഭീഷണിപ്പെടുത്തി മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. മമത ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അഭിഷേക് ബാനർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ബിജെപി ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കൊൽക്കത്തയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയുടെ സിഇഒയെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ വീഡിയോയും ഓഡിയോയും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. മമതാ ബാനർജിയുടെ അനന്തരവനും തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിക്ക് നേരെ സോനാർപൂരിൽ വെച്ച് ജനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ ചികിത്സയ്ക്കായാണ് കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രി സിഇഒ പ്രദീപ് ടണ്ടന് നേരെ മമതാ ബാനർജി കടുത്ത ഭാഷയിൽ ആക്രോശിക്കുകയും ചെയ്തത് തെറ്റാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. Because BJP is war. Tomorrow if the central government is not there, then we will take care. For your health, you should be say that all. നിങ്ങളുടെ ഈ അഹങ്കാരം എല്ലാവരും ഓർത്തുവെക്കും. ബിജെപി അധികാരത്തിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ആശുപത്രി നടത്തുന്നത്. നാളെ ഇവിടെ കേന്ദ്ര സർക്കാർ ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ ഇത് നോക്കിക്കൊള്ളാം എന്ന് മമത പറയുന്നുണ്ട്. അതേസമയം മമത ആശുപത്രി ഉടമയെ ഭീഷണിപ്പെടുത്തിയാണ് അഭിഷേക് ബാനർജിയെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചതെന്ന് ബിജെപി ആരോപിച്ചു. ജനരോഷം കൊലയാളികൾക്കെതിരെയായിരുന്നു. മമതയുടെ ഭരണകാലത്ത് ജനങ്ങളെ അടിച്ചമർത്തിയെന്നും ബിജെപി വക്താവ് അജയ് അലോക് പറഞ്ഞു. किलर्स के प्रति ये गुस्सा निकला था. अपने शासनकाल में कौन दमन करता था, कौन हत्या करता था, किसी से छुपा हुआ नहीं है. और आज इसीलिए बंगाल की जनता का गुस्सा निकल रहा है. मेरी सलाह है अगले 6 महीने बंगाल में घूमे नहीं, थोड़ा गुस्सा कम होने दे लोगों. तो पूरे बंगाल का यही हाल है. കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നും ബിജെപി വക്താവ് കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.